യുക്രൈൻ പിടിച്ചെടുക്കുന്നതിൽ പ്യൂട്ടിൻ വിജയിച്ചാൽ അടുത്തത് ഞങ്ങളായിരിക്കും എന്ന് പോളണ്ട് ഉപപ്രധാനമന്ത്രി. വ്ളാഡിമിർ പുടിൻ യുദ്ധത്തിന് അടിമയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആരോപിച്ചു. റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിലെ എല്ലാ പവർ പ്ലാന്റുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അദ്ദേഹം അറിയിച്ചു. യുക്രൈൻ യുദ്ധത്തിൽ ഹംഗറിയുടെ നിലപാട് യൂറോപ്യൻ യൂണിയന്റെയും നേറ്റോയുടെയും പൊതുവായ തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ നേതൃത്വത്തിൽ ഹംഗറി സ്വീകരിക്കുന്ന പ്രധാന നിലപാടുകൾ ഇവയാണ്. യുക്രൈന് യൂറോപ്യൻ യൂണിയൻ അംഗത്വം നൽകുന്നതിനെ ഓർബൻ ശക്തമായി എതിർക്കുന്നു. ഇത് യൂറോപ്പിലേക്ക് യുദ്ധം കൊണ്ടുവരുമെന്നും ഹംഗറിയുടെ സാമ്പത്തിക താൽപര്യങ്ങളെ ബാധിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുക്രൈന് ആയുധങ്ങളോ സൈനിക സഹായമോ നൽകാൻ ഹംഗറി തയ്യാറല്ല. കൂടാതെ തങ്ങളുടെ അതിർത്തിയിലൂടെ ആയുധങ്ങൾ കടത്തിവിടുന്നതും അവർ വിലക്കിയിട്ടുണ്ട്. യുദ്ധം തുടരുന്നതിനേക്കാൾ എത്രയും വേഗം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് സമാധാന ചർച്ചകൾ തുടങ്ങണമെന്നാണ് ഹംഗറിയുടെ ആവശ്യം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ അമേരിക്കയുടെ സമാധാന നീക്കങ്ങൾക്ക് ഹംഗറി പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. റഷ്യൻ വിരുദ്ധ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഹംഗറി ഇപ്പോഴും പ്രകൃതിവാതകത്തിനും എണ്ണയ്ക്കുമായി റഷ്യയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക ഭദ്രത മുൻനിർത്തി റഷ്യൻ ഊർജത്തിന്മേലുള്ള ഉപരോധങ്ങളിൽ നിന്ന് ഹംഗറി ഇളവ് നേടിയിട്ടുണ്ട്. 2026 ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈൻ വിരുദ്ധ നിലപാടുകൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഓർബൻ ഉപയോഗിക്കുന്നു. യൂറോപ്യൻ യൂണിയനും യുക്രൈനും ഹംഗറിയുടെ സമാധാനത്തിന് ഭീഷണിയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം. യുക്രൈൻ യുദ്ധത്തിൽ ഹംഗറിയുടെ നിലപാടിനെ ചൊല്ലി തർക്കം നിലനിൽക്കെ പ്രാദേശിക സുരക്ഷയേക്കാൾ ആഭ്യന്തര രാഷ്ട്രീയത്തിനാണ് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ മുൻഗണന നൽകുന്നതെന്ന് വ്ളോഡിമിർ സെലൻസ്കി കുറ്റപ്പെടുത്തി. വളരെ വേഗം വാർത്തകളിൽ ഇടം പിടിച്ച തന്റെ പരാമർശത്തിൽ ഓർബൻ സൈന്യത്തെയല്ല സ്വന്തം വയറാണ് വീർപ്പിക്കുന്നത് എന്ന് സെലൻസ്കി പരിഹസിച്ചു. സൈനിക സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കാനോ കീവിനുള്ള പിന്തുണ ശക്തമാക്കാനോ ഉള്ള ഹംഗറിയുടെ വിമുഖതയെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ രൂക്ഷ വിമർശനം.